വിശദാംശങ്ങളിലേക്ക് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 37 മണിക്കൂറിന് ശേഷം കണ്ടെത്തിയ 13 വയസ്സുകാരിയെ നാട്ടിലെത്തിക്കും. കഴിഞ്ഞ രാത്രി താമ്പരം എക്സ്പ്രസിൽ വെച്ചാണ് കുട്ടിയെ കണ്ടെത്തിയത്. വിശാഖപട്ടണം മലയാളി സമാജം പ്രവർത്തകർ കുട്ടിയെ RPFന് കൈമാറി. ഇപ്പോൾ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലാണ് കുട്ടി. കഴക്കൂട്ടം വനിതാ SIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിശാഖപട്ടണത്തേക്ക് പുറപ്പെടും. വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നു. വിനോദ്, ഏതാണ്ട് 10-36 മണിക്കൂർ നീണ്ടുനിന്ന അന്വേഷണം, അത് നമുക്കറിയാവുന്നതുപോലെ കന്യാകുമാരിയിൽ വ്യാപകമായിരുന്നു. നാഗർകോവിൽ അന്വേഷിച്ചു, ചെന്നൈയിൽ തിരച്ചിലുണ്ടായിരുന്നു, ഏറ്റവും ഒടുവിൽ വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. എന്താണ് അതിന്റെ വിവരങ്ങൾ? ഏത് തരത്തിലാണ് കുട്ടിയെ ഈ മലയാളി സമാജം പ്രവർത്തകർക്ക് തിരിച്ചറിയാനായത്? രജിത്ത്, താമ്പരം എക്സ്പ്രസിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തുന്നത്. കേരളത്തിൽ നിന്നുള്ള സംഘം ഇതിനകം തന്നെ അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് പോലീസിന്റെ സംഘവും CWC അംഗങ്ങളും അവിടെ എത്തുമെന്ന വിവരമാണ്. നാളെ വൈകിട്ടോടുകൂടിയായിരിക്കും കുട്ടിയെ കേരളത്തിൽ എത്തിക്കുക. വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന വിവരമാണ് ഡോക്ടർമാരിൽ നിന്ന് ലഭിച്ചത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. മാത്രവുമല്ല, ഇനി കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. വീട്ടിൽ നിന്ന് പിണങ്ങിയിറങ്ങിയത് ഏത് സാഹചര്യത്തിലാണെന്ന് മനസ്സിലാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അത് വിശദമായി തന്നെ പരിശോധിക്കണം. അമ്മ ശാസ്ത്രത്തിൻ്റെ പേരിൽ വീട് വിട്ടിറങ്ങി എന്ന് പറയുമ്പോൾ തന്നെ സമീപവാസികൾ നൽകിയ മൊഴികൾ അത് കുട്ടിയെ നിരന്തരമായി മർദ്ദിക്കുമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ മൊഴികളുടെ ഭാഗമായുണ്ട്. അതുകൊണ്ട് തന്നെ കൗൺസിലിങ്ങും അതേ തുടർന്ന് ഈ കുടുംബ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും മാതാപിതാക്കൾക്ക് കുട്ടിയെ കൈമാറുക. കഴക്കൂട്ടത്തു നിന്നുള്ള പോലീസ് സംഘം, അത് വനിതാ SIയുടെ നേതൃത്വത്തിലുള്ള 5 അംഗ സംഘമാണ്. അതോടൊപ്പം തന്നെയാണ് CWCയുടെ അംഗങ്ങളും അവിടേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മലയാളി സമാജത്തിൻ്റെ പ്രവർത്തകരാണ് കുട്ടിയെ ട്രെയിനിൽ കണ്ടെത്തിയത്. ഇത്രയും ദൂരം കുട്ടി ഒറ്റയ്ക്ക് സഞ്ചരിച്ചു എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നതും. കുട്ടിയെ ആദ്യം കുട്ടിയുടെ ചിത്രം പകർത്തിയ ബബിത പറയുന്നത് ഏതാണ്ട് 40 രൂപ മാത്രമാണ് കയ്യിലുണ്ടായിരുന്നതെന്നാണ്. എന്നാൽ ബാഗിൽ കൂടുതൽ തുക ഉണ്ടായിരുന്നു എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. കുട്ടി ട്രെയിനിൽ കരഞ്ഞു. ഇതിൽ അസ്വാഭാവികത തോന്നിയാണ് ബബിത ചിത്രം പകർത്തുന്നത്. അവിടെ നിന്ന് കന്യാകുമാരിയിലേക്കും തുടർന്ന് മധുര വഴി ചെന്നൈയിലേക്കും ട്രെയിൻ സഞ്ചരിക്കുമ്പോൾ കുട്ടി ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. മറ്റ് ഒരിടത്തും ഇറങ്ങാതെ കുട്ടി യാത്ര നടത്തിയത് അസമിലെ വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയായിരുന്നു എന്നത് തന്നെയാണ് നമുക്ക് അതിൽ നിന്നും വ്യക്തമാക്കുന്നത്. കുട്ടിയുടെ ഒരു യാത്രയുടെ രീതിയും പോയ വഴിയും പരിശോധിക്കുമ്പോൾ ആ നിലയ്ക്ക് അസമിലേക്ക് എത്താനുള്ള ഒരു ശ്രമമാണ് കുട്ടി നടത്തിയതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 13 വയസ്സാണുള്ളത്. കഴിഞ്ഞ ദിവസം കന്യാകുമാരിയിലും നാഗർകോവിലിലും അടക്കം പരിശോധന നടത്തുമ്പോഴും നമ്മൾ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. നാഗർകോവിലിൽ നിന്ന് ട്രാക്ക് 2ആയി തിരിയുന്നുണ്ട്. മധുര വഴി ചെന്നൈയിലേക്ക് പോകാനുള്ള സാധ്യത അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പലപ്പോഴും പരിശോധന ചുരുങ്ങിയത് കേരള പോലീസിൻ്റെയും തമിഴ്നാട് പോലീസിൻ്റെയും പരിശോധന കൂടുതൽ കേന്ദ്രീകരിക്കപ്പെട്ടത് കന്യാകുമാരി നാഗർകോവിൽ തിരുവനന്തപുരം പാതയിലായിരുന്നു. എന്നാൽ അവിടെ നിന്ന് മറ്റൊരു സാധ്യതയാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. അത് മധുര വഴി ചെന്നൈയിലേക്കുള്ള യാത്ര. അത് വിനോദ് കൃത്യമായി നമ്മൾ ഇന്നലെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് കാണാതായ പെൺകുട്ടി സ്വദേശമായ അസമിലേക്ക് പോയിട്ടുണ്ടാകാം എന്ന് ആദ്യം സൂചിപ്പിച്ചത് നമ്മളാണ്, News 18 ആണ്. പെൺകുട്ടി നാഗർകോവിലിൽ ഇറങ്ങി നാട്ടിലേക്ക് പോയിട്ടുണ്ടാകാം എന്ന് VV വിനോദ് ഇന്നലെ തന്നെ സൂചിപ്പിച്ചിരുന്നു. കന്യാകുമാരിയിൽ നിന്ന് വന്ന ഈ പരിശോധിക്കപ്പെടുന്ന 2ാമത്തെ ട്രെയിനാണ് ഇത്. ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിനാണ്. ഒരുപക്ഷെ കുട്ടി വീട്ടിലേക്ക് തിരികെ മടങ്ങാൻ ആഗ്രഹിക്കുകയും ആ നിലയ്ക്ക് കന്യാകുമാരിയിൽ നിന്നോ നാഗർകോവിലിൽ നിന്നോ 2ാമത് ഒരു ട്രെയിനിൽ തിരിച്ച് യാത്ര ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടാകാം എന്ന നിഗമനത്തിൻ്റെ അങ്ങനെ ഒരു കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ്. വിനോദ്, അതാണ് ഇതിന്റെ പോലീസ് സംഘം പലതരത്തിലുള്ള അന്വേഷണം നടത്തിയിരുന്നു. അവർക്ക് പല സൂചന ഉണ്ടായിരുന്നു. പക്ഷേ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചുള്ള അവ്യക്തതകൾ, പിന്നെ ഓട്ടോ ഡ്രൈവർമാർ നൽകിയ ഒരു മൊഴിയിലെ പ്രശ്നം, അതൊക്കെ ആദ്യഘട്ടം മുതൽ തന്നെ ഈ ഒരു അന്വേഷണത്തിന് ഒരു ചെറിയ സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ കുട്ടിയിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ് ശുഭസൂചകമായത്. അരിജിത്ത്, ഈ ഓട്ടോ ഡ്രൈവറുടെ മൊഴി ആദ്യം തന്നെ സംശയം ജനിപ്പിച്ചതായിരുന്നു. കാരണം ആ സ്റ്റാൻഡിലെ തന്നെ മറ്റ് ഡ്രൈവർമാർ ഈ ഡ്രൈവറെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് അതിൽ സംശയം ജനിപ്പിച്ചത്. കാരണം അങ്ങനെ സത്യസന്ധമായ എല്ലാ കാര്യങ്ങൾ പറയുന്നത്, അങ്ങനെ അത്തരത്തിൽ കള്ളം പറയുന്ന സ്വഭാവമുള്ള ഒരാളാണ്, തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയുണ്ട് എന്ന് അദ്ദേഹത്തോടൊപ്പം ആ സ്റ്റാൻഡിൽ തന്നെയുള്ള മറ്റ് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നൊരു നിലയുണ്ടായിരുന്നു. മാത്രവുമല്ല, കന്യാകുമാരിയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ട്രെയിനിൽ നിന്ന് ആ പരിസരത്ത് എവിടെയെങ്കിലും പെൺകുട്ടി ചുറ്റിത്തിരിയുന്ന നിലയിൽ അങ്ങനെ
ഒരു സാഹചര്യ തെളിവ് ലഭിച്ചിരുന്നില്ല. മാത്രവുമല്ല അവിടെ വെള്ളമെടുത്ത് തിരികെ ട്രെയിനിൽ തന്നെ കയറി എന്ന നിലയ്ക്കുള്ള ദൃശ്യങ്ങൾ, അവിടെ ക്ലീനിങ് ജോലിക്ക് ഉണ്ടായിരുന്ന സ്ത്രീ നൽകിയ മൊഴി, ഇതെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ വീണ്ടും യാത്ര തുടർന്നു എന്ന് തന്നെയാണ്. അപ്പോഴും പരിശോധന അല്ലെങ്കിൽ അതിനൊരു ഊന്നൽ നൽകിയത് നാഗർകോവിൽ തിരുവനന്തപുരം പാതയിലായിരുന്നു. അവിടെയാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത് ഈ തിരുവനന്തപുരത്തേക്കുള്ള യാത്ര മാത്രമല്ല സാധ്യമാകുന്നത്, നാഗർകോവിൽ നിന്ന് മറ്റൊരു പാത മധുരയിലേക്ക് പോകുന്നുണ്ട്. ആ വഴിയിലൂടെ കുട്ടി സഞ്ചരിക്കാനുള്ള സാധ്യത ആ നിലയ്ക്ക് തന്നെയാണ് ഏറ്റവും ഒടുവിൽ കണ്ടെത്തുന്നതും. ചെന്നൈയിൽ നിന്ന് ആന്ധ്രയിലേക്ക് കടക്കുമ്പോൾ വിശാഖപട്ടണത്ത് വെച്ച് കുട്ടിയെ കണ്ടെത്തുന്ന നില, അത് ആ ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് ഏറ്റവും ഒടുവിൽ കാര്യങ്ങൾ എത്തുന്നത്. അവിടെ മലയാളി സമാജത്തിൻ്റെ ഇടപെടൽ വളരെ നിർണായകമായി. അവർ ആ ട്രെയിനിൽ നടത്തിയ പരിശോധനയിലാണ് കുട്ടിയെ കണ്ടെത്തുന്നത്. ഏതായിരുന്നാലും കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇനി കൗൺസിലിംഗ്, നേരത്തെ പറഞ്ഞതുപോലെ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. വീട്ടിൽ ഏത് തരത്തിലുള്ള പീഡനങ്ങൾ നേരിട്ടിരുന്നു, ശാരീരികമായ പീഡനം, അതിനപ്പുറത്തേക്ക് മാനസികമായ പീഡനം, ഇതെല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ, അയൽവാസികൾ നൽകുന്ന മൊഴി കുട്ടിയെ നിരന്തരമായി മർദ്ദിക്കാറുണ്ട് എന്നതായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ കുട്ടി വിശദീകരിക്കേണ്ടതുണ്ട്. അസം സ്വദേശികളാണ്. വളരെ കുറച്ച് ദിവസം മുൻപാണ് ഇവിടെ താമസത്തിനെത്തിയത്. മറ്റ് 2 സഹോദരങ്ങൾ കൂടി കുട്ടിക്കുണ്ട്. ഒരു സഹോദരനുള്ളത് ചെന്നൈയിലാണെന്ന വിവരമാണ് ആദ്യം പുറത്തു വന്നത്. എന്നാൽ ഈ 19-കാരൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു എന്ന വിവരം പിന്നാലെ പുറത്തു വന്നു. ഏതായിരുന്നാലും പെൺകുട്ടി അസമിലേക്ക് പോകാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. ഈ 20 ദിവസം മുൻപ് ഇവിടെ എത്തിയ കുടുംബം ഒരു സ്കൂളിൽ, കുട്ടിയുടെ പിതാവ് അവിടെ തോട്ടപ്പണി ചെയ്യുകയാണ്. കുട്ടിക്ക് ഇവിടെ അഡ്മിഷൻ എടുക്കുകയും സ്കൂളിൽ അഡ്മിഷൻ എടുക്കുകയും സ്കൂളിൽ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ സഹോദരങ്ങളുമായി വഴക്കുണ്ടാക്കി എന്നതിൻ്റെ പേരിൽ അമ്മ ശകാരിക്കുകയും കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തത്. പിന്നീട് ട്രെയിൻ യാത്ര, ആ ട്രെയിൻ യാത്രയാണ് ഇത്ര ദൂരത്തിൽ വെച്ച് വിശാഖപട്ടണത്ത് വെച്ച് കുട്ടിയെ കണ്ടെത്തുന്ന നിലയിലേക്ക് എത്തുന്നത്. ട്രെയിനിനുള്ളിൽ കുട്ടി കരയുകയും അതൊരു അരക്ഷിതബോധം കുട്ടിക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാകണം എന്ന് നമ്മൾ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. അവിടെയാണ് നെയ്യാറ്റിൻകര സ്വദേശി ബബിതയുടെ ഒരു സമയോചിതമായ ഇടപെടലുണ്ടാകുന്നത്. ആ ദൃശ്യങ്ങൾ പകർത്താൻ ബബിതയ്ക്ക് തോന്നിയത്. ആ ചിത്രങ്ങൾ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട തെളിവായി ഈ മിസ്സിംഗ് കേസിൽ നിർണായകമായി മാറിയതും. ആ ഒരു ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോയത്. തമിഴ്നാട് ഭാഗത്തേക്ക്, കന്യാകുമാരി ഭാഗത്തേക്ക് കുട്ടി എത്തി എന്നതിന് ഏറ്റവും വലിയ തെളിവായി മാറിയത് ആ ചിത്രങ്ങളായിരുന്നു. ഏതായിരുന്നാലും കുട്ടിയെ കണ്ടുകിട്ടിയതിൻ്റെ വലിയ ആശ്വാസം നിറഞ്ഞു നിൽക്കുന്നൊരു അന്തരീക്ഷം തന്നെയാണ് രഞ്ജിത്ത്. നമുക്കിനി വേണ്ടത് എങ്ങനെ ഈ കുട്ടിയെ നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ശിശുക്ഷേമ സമിതി സംരക്ഷണയിലാണ് ഈ കുട്ടി. പോലീസ് സംഘം, വനിതാ SI അടക്കമുള്ളവർ വിശാഖപട്ടണമൊക്കെ പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് എത്തിക്കാനുള്ള സാധ്യതയില്ലല്ലോ അല്ലേ? നാളത്തേക്കല്ലേ കുട്ടിയെ മാതാപിതാക്കൾ കാണാൻ സാധിക്കൂ? രഞ്ജിത്ത്, ഇന്ന് വൈകിട്ട് മാത്രമേ ഇവിടെ നിന്നുള്ള സംഘം വിശാഖപട്ടണത്തെത്തൂ. അതിനുശേഷം അവിടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കുട്ടിയെ തിരികെ കൊണ്ടുവരേണ്ടതുണ്ട്. ഏതായിരുന്നാലും ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭിക്കുന്നത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ആരോഗ്യം തൃപ്തികരമാണ്. പക്ഷേ ദീർഘദൂര യാത്രയാണ് കുട്ടി നടത്തിയത്. കൂടുതൽ ആഹാരം കഴിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ പല റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നായി കുപ്പിയിൽ വെള്ളമെടുക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദീർഘദൂര യാത്ര ചെയ്ത് അസമിലേക്ക് എത്തുക എന്നൊരു ശ്രമം ഈ 13 വയസ്സുകാരി നടത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഒരു അരക്ഷിത ബോധം കുട്ടിയെ അലട്ടിയിരുന്നു എന്നത് വ്യക്തമാണ്. കാരണം കുട്ടി കരയുകയും അതിൽ അസ്വാഭാവികത തോന്നി ബബിത ആ ചിത്രം എടുക്കുകയുമായിരുന്നു. ആ ചിത്രം ഈ കേസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു തെളിവായി മാറുകയും ചെയ്തു. ഇനി നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് കുട്ടിക്ക് ഇറങ്ങി പോകേണ്ടി വന്നു? അത് നാട്ടുകാർ നൽകുന്ന മൊഴി മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ കുട്ടിയെ മർദ്ദിച്ചിരുന്നു, കുട്ടിക്ക് അവിടെ വലിയ പീഡനം നേരിടേണ്ടി വന്നിരുന്നു. അത് എന്തുകൊണ്ട് ഈ മാതാപിതാക്കളുടെ രീതി ആ നിലയ്ക്കാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. കുട്ടിക്ക് കൗൺസിലിംഗ് നൽകേണ്ടതുണ്ട്. അതിന് ആരോഗ്യ നില കേരളത്തിലെത്തിയ ശേഷവും നല്ല നിലയിലാകേണ്ടതുണ്ട്. ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് കൈമാറുന്നതിന് മുൻപ് തന്നെ അത്തരം കാര്യങ്ങൾ പരിശോധിച്ച് അതിനുള്ള പരിഹാരങ്ങൾ കണ്ട ശേഷമായിരിക്കും തുടർന്ന് ഈ കൈമാറ്റം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുക. ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ഉദ്വേഗജനകമായ മണിക്കൂറുകളാണ് കടന്നുപോയത്. സങ്കീർണമായ ഒരു അവസ്ഥയിലായിരുന്നു. കാരണം എവിടെയാണ് കുട്ടി ഇറങ്ങിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് സാധിച്ചിരുന്നില്ല. കൃത്യമായ പരിശോധനകൾ നടത്തിയിരുന്നു. പാറശാല വരെ കുട്ടി ട്രെയിനിലുണ്ടായിരുന്നു. പിന്നീട് കണ്ടതായുള്ള സാക്ഷിമൊഴികൾ അതിൽ വളരെ വൈരുദ്ധ്യമുണ്ടായിരുന്നു. ഒരുപക്ഷെ നാഗർകോവിൽ എത്തുന്നതിന് മുൻപ് ഇരണിയിലോ കുഴിത്തുറയോ കുട്ടി ഇറങ്ങിയോ എന്നുള്ള സംശയം. മധുരയിലേക്കുള്ള യാത്രയ്ക്കിടയിൽ അതിനിടയിൽ ഏതെങ്കിലും സ്റ്റോപ്പുകളിൽ കുട്ടി ഇറങ്ങിയിട്ടുണ്ടോ, ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനുകളിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ, ഇങ്ങനെ അലട്ടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ CCTV ദൃശ്യങ്ങൾ ചെന്നൈയിൽ നിന്ന് വന്നതോടുകൂടി കാര്യങ്ങൾ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ തിരുവനന്തപുരം DCP അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകി. ചെന്നൈയിൽ കണ്ടെത്തിയത് കാണാതായ കുട്ടി തന്നെ എന്ന കാര്യത്തിൽ അദ്ദേഹം ഉറപ്പ് പറഞ്ഞു. തുടർന്നാണ് ഈ
വിശാഖപട്ടണത്ത് നിന്ന് കുട്ടിയെ മലയാളി സമാജം പ്രവർത്തകർ കണ്ടെത്തുന്നത്. വി വിനോദ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം ബബിത എന്ന ഒരു യാത്രക്കാരി അവർ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇതിൽ ഏറ്റവും നിർണായകമായ ചിത്രമാണ്. അത് പോലീസിൽ ലഭിക്കുകയും തുടർന്നുള്ള അന്വേഷണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിശാഖപട്ടണത്ത് ഈ പെൺകുട്ടി അസമിലേക്ക് പോകാൻ വേണ്ടി വിശാഖപട്ടണം വരെ എത്തിയിരുന്നു. അവിടുത്തെ മലയാളി സമാജം പ്രവർത്തകർ കാര്യക്ഷമമായി ഇടപെട്ടു. തുടർന്നാണ് ഇത്തരത്തിൽ ഒരു കണ്ടെത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയത്. മറ്റു വാർത്ത വരുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നാണ്. തിരുവനന്തപുരത്തേക്ക് മുംബൈയിൽ നിന്ന് എത്തിയ എയർ ഇന്ത്യ വിമാനത്തിൽ ബോംബ് ഭീഷണി. തുടർന്ന് വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ട സാഹചര്യമുണ്ടായി. എയർ ഇന്ത്യ വിമാനമാണ് ഇത്തരത്തിൽ ലാൻഡിംഗ് നടത്തേണ്ടി വന്നത്. ബോംബ് സ്ക്വാഡ് വിമാനത്തിൽ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ നമുക്ക് വിനോദ് തന്നെയാണ് ഈ വിവരം പങ്കുവെക്കുന്നത്. വിനോദ്, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന മെസ്സേജ് അനുസരിച്ച് എവാക്യുവേഷൻ കംപ്ലീറ്റഡ് എന്നാണ്. അതായത് ഇതിന്റെ ഈ പൂർണ്ണമായ ആളുകളെ പുറത്തെത്തിച്ചുള്ള പരിശോധനയാണ്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. തൽക്കാലം അങ്ങനെ കരുതാമല്ലോ അല്ലേ? ഇത് വിമാനത്താവള അധികൃതർ നൽകുന്ന വിവരമനുസരിച്ച് ഇതുവരെ യാത്രക്കാരെല്ലാം പുറത്താക്കി അതിൻ്റെ പരിശോധന നടക്കുകയാണ്. 135 പേരാണ്, യാത്രക്കാരടക്കം ജീവനക്കാർ ഉൾപ്പെടെ 135 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. AI-634 നമ്പർ വിമാനമാണ് തിരുവനന്തപുരം മുംബൈ വിമാനം. ഇതിൽ പൈലറ്റിനാണ് ഇത്തരത്തിൽ ബോംബ് ഭീഷണി ഉണ്ട് എന്ന വിവരം, അല്ലെങ്കിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന വിവരം ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ വിമാനത്തിനുള്ളിൽ നിന്ന് തന്നെയാണ് ഈ ഭീഷണി വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അക്കാര്യം ഔദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. വിമാനത്താവള അധികൃതരുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അക്കാര്യങ്ങൾ പരിശോധിക്കുന്നു എന്നതാണ്. തുടർന്ന് ഈ കൺട്രോൾ റൂമിലേക്ക് പൈലറ്റ് വിവരം നൽകുകയും അടിയന്തര ലാൻഡിങ്ങിന് നിർദ്ദേശം നൽകുകയുമായിരുന്നു. തുടർന്നാണ് വിമാനം അടിയന്തരമായി നിലത്തിറക്കിയത്. തുടർന്ന് സുരക്ഷിതമായ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് ഈ വിമാനം മാറ്റി. മറ്റ് സർവീസുകളെ ഇതുവരെ ഈ പ്രശ്നം ബാധിച്ചിട്ടില്ല. മറ്റ് സർവീസുകൾ കൃത്യമായി നടക്കുന്നു എന്ന് തന്നെയാണ് ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ഈ വിമാനം ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് മാറ്റുകയും അങ്ങനെ ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ വിമാനങ്ങൾ മാറ്റുന്ന ആ ഒരു മേഖലയിലേക്ക് മാറ്റുകയും അവിടെ യാത്രക്കാരെയും ജീവനക്കാരെയും മുഴുവൻ പുറത്തിറക്കുകയും ചെയ്തു. തുടർന്നാണ് ലഗേജുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത്. ഇപ്പോഴും പരിശോധന തുടരുകയാണ്. അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. രഞ്ജിത്ത്, ഏതായാലും പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഏതാണ്ട് എല്ലാ തരത്തിലും ഉള്ള യാത്രക്കാരെ പൂർണ്ണമായും പുറത്തിറക്കിയുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നത്. ഈ വിമാനത്തിന് മറ്റ് വിമാനയാത്ര നമ്മുടെ ഷെഡ്യൂളുകളെ ഒന്നും ബാധിച്ചിട്ടില്ലല്ലോ അല്ലേ? ഈ മറ്റു വിമാനങ്ങളൊക്കെ കൃത്യസമയത്ത് തന്നെ പുറപ്പെടുകയും ലാൻഡ് ചെയ്യാനും സാധിക്കുന്നുണ്ടല്ലോ അല്ലേ വിനോദ്? മറ്റ് സർവീസുകളെ ഒന്നും ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വിമാനത്താവള അധികൃതർ പറയുന്നത്. ലാൻഡിംഗ് നേരത്തെ തന്നെ നടത്തിയിരുന്നു. അതിനുശേഷമാണ് യാത്രക്കാരെയും ജീവനക്കാരെയും പുറത്തേക്ക് മാറ്റിയത്. അത് 135 പേരാണ് ആകെ വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്നത്. ഈ 135 പേരെയും പുറത്തിറക്കി. തുടർന്ന് ഡോഗ് സ്ക്വാഡിൻ്റെയും ബോംബ് സ്ക്വാഡിൻ്റെയും ഒക്കെയും പരിശോധന നടക്കുകയാണ്. ലഗേജുകൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. പൈലറ്റിനാണ് ഈ ഒരു വിവരം ആദ്യം ലഭിക്കുന്നത്. തുടർന്ന് പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം, അവരുടെ ഈ വിമാനങ്ങളുടെ യാത്ര നിയന്ത്രിക്കുന്ന സംവിധാനമാണ്, ആ കേന്ദ്രത്തിലേക്ക് അറിയിക്കുകയായിരുന്നു. തുടർന്ന് അടിയന്തര ലാൻഡിങ്ങിന് നിർദ്ദേശം നൽകുകയും വിമാനം നിലത്തിറക്കുകയും ചെയ്തു. തുടർന്നാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത്. അവിടെ തന്നെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ബോംബ് ഭീഷണിയോ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ വിമാനങ്ങൾ മറ്റൊരു സ്ഥലത്തേക്കാണ് മാറ്റുന്നത്. അടിയന്തര ലാൻഡിങ്ങിന് ശേഷം അവിടേക്ക് ഇത് മാറ്റുകയും അവിടെ കൃത്യമായ പരിശോധനകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന വിവരമാണ് വിമാനത്താവള അധികൃതർ നൽകുന്നത്. മാത്രവുമല്ല, ഈ പൈലറ്റാണ് വിവരം അറിയിച്ചത് എന്നതുകൊണ്ട് തന്നെ വിമാനത്തിനുള്ളിൽ ഏതെങ്കിലും യാത്രക്കാരൻ ഇത്തരമൊരു ഭീഷണി മുഴക്കി എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഔദ്യോഗികമായി അക്കാര്യത്തിൽ ഒരു അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല. പൈലറ്റ് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചെന്നൈയിൽ നമുക്കറിയാം നടൻ വിജയ്, അദ്ദേഹം പാർട്ടി ഓഫീസിലേക്ക്, അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിജയ് രാഷ്ട്രീയത്തിലേക്ക് കടന്നത് വലിയ വാർത്തയായിരുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൻ്റെ പാർട്ടി മത്സരിക്കുമെന്നാണ് വിജയ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അദ്ദേഹം ഇന്ന് വൈകുന്നേരം ഒരു പൊതുയോഗം അടക്കം തീരുമാനിച്ചിരുന്നു. പക്ഷേ തൽക്കാലം പൊതുയോഗം ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ വിജയിയുടെ സാന്നിധ്യം പ്രവർത്തകർക്ക് വലിയ ആവേശമായി മാറിയിട്ടുണ്ട്. തമിഴ് രാഷ്ട്രീയത്തിൽ വിജയ് എന്ത് മാറ്റം വരുത്തും എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് എന്നതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും തമിഴ് രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട 2 കക്ഷികളായ AIDMKയ്ക്കും വെല്ലുവിളിയാണ് தமிழக வெற்றி கழகத்தின் கொடியேற்று விழா, கொடி அறிமுக விழா மற்றும் கொடி பாடல் வெளியீட்டு விழாவிற்கு வருகை தந்திருக்கும் நமது கழக தலைவர் அவர்களுக்கும் அவர்களது பெற்றோர்களுக்கும் வருக வருக என வரவேற்கிறேன்.
முதல் நிகழ்ச்சியாக தமிழ்தாய் வாழ்த்து. വിജയുടെ പാർട്ടി പതാക ഇന്ന് പുറത്തിറക്കും എന്നുള്ളതാണ്. തിയേറ്ററുകളിൽ വിജയുടെ തമിഴ് വെട്രി കഴകത്തിന്റെ പതാക ഇന്ന് പുറത്തിറക്കുകയാണ്. പനയൂരുള്ള പാർട്ടി ആസ്ഥാനത്ത് 10:30, ഇപ്പോൾ അതിനകം 10:30 ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. മഞ്ഞ നിറത്തിലുള്ളതായിരിക്കും പതാക എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. മറ്റ് പ്രചാരണ സാമഗ്രികളും മഞ്ഞ നിറത്തിൽ തന്നെയാകും. പാർട്ടി ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ്, അദ്ദേഹത്തെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ജനറൽ സെക്രട്ടറി ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് ധരിച്ചിരിക്കുന്നത്. ബുസി ആനന്ദ് ജനറൽ സെക്രട്ടറിയാണ് പാർട്ടിയുടെ. തമിഴ്നാട്ടിലെ പ്രധാന നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം കേരളമടക്കമുള്ള അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പതാക പുറത്തിറക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ചടങ്ങിന് ശേഷം തമിഴ്നാട്ടിൽ വിവിധയിടങ്ങളിൽ കൊടിമരം സ്ഥാപിക്കാനും അവിടെ പതാക ഉയർത്താനും വിജയ് നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വന്തം സ്ഥലങ്ങളിൽ ആദ്യം കൊടിമരം സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. പൊതുസ്ഥലങ്ങളിൽ അനുമതിയില്ലാതെ കൊടിമരം സ്ഥാപിക്കാൻ പാടില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. ആയിരം തിയേറ്ററുകളിൽ പതാക ഉയർത്താനാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. തിയേറ്ററുകളിലും അദ്ദേഹത്തിന്റെ പുതിയ സിനിമ റിലീസ് ആവുകയാണ്. ആ തിയേറ്ററുകളിലും പതാക ഉയർത്തുമെന്ന് മനസ്സിലാകുന്നു. പൊതുസമ്മേളനത്തിന് പല സ്ഥലങ്ങളും പരിഗണിക്കുന്നുണ്ട്. വീഴുപുരം ജില്ലയിലെ വിക്രവാണ്ടിയിലായിരിക്കും പൊതുസമ്മേളനം എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അടുത്ത മാസം സമ്മേളനം നടത്താനും പിന്നെ സംസ്ഥാന പര്യടനം അടക്കമുള്ള പരിപാടികൾ വിജയ് ആസൂത്രണം ചെയ്യുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. தமிழக வெற்றி கழகத்தின் கொடி அறிமுக விழா, கொடி பாடல் வெளியீடு மற்றும் கொடியேற்று விழா இன்று இனிதே தொடங்குகிறது. வரலாற்று சிறப்புமிக்க இவ்விழாவில் தமிழக வெற்றி கழகத்தின் பொதுச் செயலாளர் திரு என் ஆனந்த் அவர்களை வரவேற்புரையாற்ற வருமாறு அன்போடு அழைக்கின்றோம். உலகெங்கும் வாழும் தமிழ் நெஞ்சங்கள் ஆவலுடன் எதிர்பார்த்து காத்து கொண்டிருக்கும் தமிழக வெற்றி கழகத்தின் வெற்றி கொடியை அறிமுகப்படுத்தி கொடியேற்றும் விழாவிற்கு வருகை புரிந்துள்ள நமது பாசத்துக்குரிய கழகத்தின் தலைவர் அவர்கள், கழகத்தின் பொருளாளர் திரு வெங்கட்ராமன் அவர்கள், தலைமை நிலை செயலாளர் திரு ராஜசேகரன் அவர்கள், கழக கொள்கை பரப்பு இணை செயலாளர் திருமதி தாகிரா உட்பட ஆற்றல் மிகுந்த மாவட்ட மற்றும் அணி தலைமை நிர்வாகிகள், ஊடக நண்பர்கள் அனைவரையும் வரவேற்பதில் மகிழ்ச்சி அடைகிறேன். குறிப்பாக இங்கு சிறப்பு விருந்தினராக பங்கேற்று எங்களை ஆசீர்வதிக்க வந்துள்ள புரட்சி இயக்குனர் தளபதி அவர்களின் அப்பா அவர்கள் மற்றும் தளபதி அவர்களின் அம்மா அவர்களையும் வருக வருக என வரவேற்கிறேன். இந்நிகழ்ச்சியில் காணொலி வாயிலாக பங்கு பெறும் கிளை அளவிலான செயல் வீரர்கள் மற்றும் மாநகரம், நகர, ஒன்றியம் மற்றும் கிளை அளவிலான செயல் வீரர்கள் புதுச்சேரி, கேரளா, கர்நாடகா, ஆந்திரா, மகாராஷ்டிரா மற்றும் வெளிநாடுகளில் உள்ள தோழர்கள் அனைவரையும் வரவேற்று മകിഴ്கிறேன். വിജയിയുടെ പാർട്ടിയുടെ പതാക ഉയർത്തൽ ചടങ്ങാണ് ഇപ്പോൾ അവിടെ ചെന്നൈ പനയൂരിലുള്ള പാർട്ടി ആസ്ഥാനത്ത് നടക്കുന്നത്. വലിയ ചടങ്ങാണ്. കാരണം വിജയിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരുപാട് തമിഴ് മക്കളുണ്ട്. വിജയ്ക്ക് വലിയ ഫാൻ ബേസ് ഉള്ള ഒരു സ്ഥലമാണ് തമിഴ്നാട്. നമുക്കറിയാം, അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി വിജയ് വരുമ്പോൾ തമിഴക രാഷ്ട്രീയത്തിൽ പലപ്പോഴും സിനിമാ താരങ്ങൾക്ക് വലിയ സ്വാധീനം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. MGRന്റെ കാലം മുതൽ തന്നെ അത് വ്യക്തമാണ്. പിന്നീട് ജയലളിത തമിഴകം അടക്കി ഭരിച്ചിരുന്നു. ഇപ്പോൾ MK സ്റ്റാലിന് വെല്ലുവിളിയായി വിജയ് മാറുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണണം. 10:30 മണിക്കാണ് പാർട്ടി ആസ്ഥാനത്ത് ചടങ്ങ് നടക്കുക. 2 ദിവസ സന്ദർശനത്തിനായി പോളണ്ടിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തമാക്കാൻ ചർച്ച ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷ. ശേഷം പ്രധാനമന്ത്രി ട്രെയിൻ മാർഗം യുക്രൈനിലേക്ക് തിരിക്കും. ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ച് 30 വർഷത്തിനിടെ ഇത് ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നത്. മനു ഭരത് വിവരങ്ങൾ നൽകും. മനു, 2 പ്രധാനപ്പെട്ട സന്ദർശനങ്ങളാണ്. ഒന്ന് യുക്രൈൻ, അവിടെ നയതന്ത്ര പ്രാധാന്യമുണ്ട്. ഒപ്പം പോളണ്ട് അതിലേറെ നമുക്ക് ഒരുപാട് താല്പര്യങ്ങളുള്ള ഒരു രാജ്യമാണ്. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? നയതന്ത്ര തലത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? രഞ്ജിത്ത്, ഇന്ത്യ പോളണ്ട് ബന്ധം കാലത്തും വളരെ ദൃഢമായി തന്നെ മുന്നോട്ട് പോയിരുന്ന ഒന്നാണ്. നമുക്കറിയാം,
ഈ ഓപ്പറേഷൻ ഗംഗ പദ്ധതിക്കായി പ്രധാനമായി ഇന്ത്യ ആശ്രയിച്ചത് പോളണ്ടിനെയാണ്. യുക്രൈൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ കുടുങ്ങിപ്പോയ വിദ്യാർത്ഥികളെ അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാൻ നടത്തിയ ഓപ്പറേഷൻ ഗംഗ പദ്ധതിയിൽ കുട്ടികളെ ആദ്യം പോളണ്ടിലെത്തിച്ചാണ് പിന്നീട് നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു. ഈ ഗുജറാത്ത് ഭൂകമ്പം ഉണ്ടായ ഘട്ടത്തിൽ പോളണ്ടിൻ്റെ വലിയ സഹായം ഇന്ത്യക്ക് അന്ന് ലഭിക്കുകയൊക്കെ ചെയ്തിരുന്നു. മാത്രമല്ല പോളണ്ട് ഇന്ത്യൻ വിഷയങ്ങളിൽ വളരെയധികം താല്പര്യം പ്രകടമാക്കിയിരുന്നു. 164 വർഷം മുമ്പ് സംസ്കൃതം പഠിക്കാനൊക്കെയുള്ള ശ്രമം പോളണ്ട് നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ പോളണ്ടുമായി ഇന്ത്യക്ക് നിരവധി ബന്ധങ്ങൾ നേരത്തെ തന്നെ ഉണ്ട്. അപ്പോൾ അത് കൂടുതൽ വ്യാപാര തലത്തിലേക്കും സൈനിക സഹകരണത്തിലേക്കും സാംസ്കാരിക കൂട്ടായ്മയിലേക്കും ഒക്കെ വ്യാപിപ്പിക്കാനുള്ള ഒരു നടപടിയുടെ ഭാഗമായാണ് പ്രധാനമന്ത്രി എത്തുന്നത്. മൊറാർജി ദേശായിക്ക് ശേഷം ഒരു നീണ്ട ഇടവേള പ്രധാനമന്ത്രിമാർ പോളണ്ട് സന്ദർശിക്കുന്നതിൽ ഉണ്ടായിരുന്നു. 46 വർഷത്തിന് ശേഷം, കുറെ കൂടെ കൃത്യമായി പറഞ്ഞാൽ, പ്രധാനമന്ത്രി പോളണ്ടിൽ എത്തുകയാണ്. നേരത്തെ ഇന്ദിരാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും വി ഗിരിയെ പോലുള്ള ഇന്ത്യൻ നേതാക്കൾ പോളണ്ട് സന്ദർശിക്കുകയും അവരുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ അവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് ആധിപത്യം തകർന്നതിന് ശേഷം, പ്രത്യേകിച്ച് ഈസ്റ്റ് യൂറോപ്പിലെ ഈ സന്ദർശനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുതിയ വാതായനങ്ങൾ തുറക്കുന്നതാണ് എന്ന് സംശയമില്ല. പിന്നീട് അവിടെ നിന്ന് പോളണ്ടിൽ നിന്ന് 10 മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്താവും പ്രധാനമന്ത്രി വാർസാവിൽ നിന്ന് യുക്രൈനിൽ എത്തുക. അവിടെ കീവിൽ പ്രധാനമന്ത്രി അവിടുത്തെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും, വ്യവസായ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും. അതുപോലെ തന്നെ ഈ റഷ്യ യുക്രൈൻ യുദ്ധം അത് സംബന്ധിച്ചുള്ള വിഷയം ഇന്ന് ആഗോളതലത്തിൽ തുടരുക. ഇപ്പോൾ നടൻ വിജയ് പാർട്ടി ആസ്ഥാനത്ത് സംസാരിക്കുകയാണ്. വിജയുടെ വാക്കുകളിലേക്ക്. மக்களிடையே விழிப்புணர்வை ஏற்படுத்தி அனைவருக்கும் சம வாய்ப்பு சம உரிமை கிடைக்க பாடுபடுவேன். பிறப்புக்கும் எல்லா உயிர்க்கும் என்ற சமத்துவ கொள்கையை கடைபிடிப்பேன் என்று உளமாற உறுதி கூறுகின்றேன். தேங்க்யூ. പാർട്ടി ആസ്ഥാനത്താണ് നടൻ വിജയ് ഉള്ളത്. വിജയുടെ പാർട്ടി പതാക TVKയുടെ സമ്മേളനം അവിടെ പുരോഗമിക്കുകയാണ്. പാർട്ടി പതാക അടക്കം ഇന്ന് പുറത്തിറക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അനവധി പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതാണ്ട് 1000-ഓളം തിയേറ്ററുകളിൽ ഈ പാർട്ടി പതാക ഉയർത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാം. 10:30 മണിക്കാണ് വിജയുടെ പാർട്ടി പതാക പുറത്തിറക്കുക. വയനാട് നൂൽപ്പുഴയിൽ കോളറ ബാധിച്ച ആദിവാസി വീട്ടമ്മ മരിച്ചു. തോട്ടാമൂല സ്വദേശി വിജിലയാണ് മരിച്ചത്. ഈ പ്രദേശത്തെ 10 പേർ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിനേഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. വിനേഷ്, കൂടുതൽ ആളുകൾ ചികിത്സയിലാണ് എന്ന് മനസ്സിലാകുന്നു. മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, തോട്ടാമുല കോളനിയിലുള്ള വിജിലയാണ് മരിച്ചിട്ടുള്ളത്. വിജില കൂടാതെ ഒരു 22 വയസ്സുകാരന് കൂടി കോളറ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 10 പേര് സമാന ലക്ഷണങ്ങളോടുകൂടി വിവിധ ആശുപത്രികൾ ചികിത്സയിലാണ്. ഈ പ്രദേശത്തെ കണ്ടെയ്ൻമെൻറ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആർക്കും ഇങ്ങോട്ട് പ്രവേശനമില്ല. ആരോഗ്യ പ്രവർത്തകർക്ക് മാത്രമാണ് ഇപ്പോൾ ഇങ്ങോട്ട് അനുവാദമുള്ളത്. ഇവിടെ കൃത്യമായി തന്നെ ഇത് സ്ഥാപിച്ചുകൊണ്ട് ബാരിക്കേഡ് ഇതും മറ്റും സ്ഥാപിച്ചുകൊണ്ട് പോലീസ് സ്ഥലത്തുണ്ട്. എന്തായാലും അതീവ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ആരോഗ്യവകുപ്പ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. കാരണം വയനാട്ടിൽ കോളറ ആദ്യമായിട്ടല്ല, മുമ്പും കോളറ പലതവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ എൻഡമിക് ആണ് എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് ആരോഗ്യവകുപ്പിനുള്ളത്. കാരണം തുടർച്ചയായി 3 വർഷം കോളറ വന്നു കഴിഞ്ഞാൽ ഇതിനെ എൻഡമിക്കായി കണക്കാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. എന്തായാലും മുമ്പും ഇതുപോലെ തന്നെ വയനാട്ടിൽ കോളറ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും ആദിവാസി കോളനി ആണ്. ഇപ്പോൾ നമുക്കറിയാം മഞ്ഞപ്പിത്തം, കോളറ പോലുള്ള അസുഖങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വെള്ളത്തിൽ നിന്ന് തുടരുക. ഇപ്പോൾ നടൻ വിജയുടെ പാർട്ടിയുടെ പതാക അവിടെ ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനത്ത് ഉയർത്തുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നടുക്ക് മഞ്ഞയിൽ 2 ആനകൾ നിൽക്കുന്ന തരത്തിലുള്ള കൊടിയാണ് വിജയുടെ പാർട്ടി ഉയർത്തുന്നത്. ദൃശ്യങ്ങളത് കാണാം.
തമിഴ് രാഷ്ട്രീയത്തിൽ വിജയ് എന്ത് മാറ്റം കൊണ്ടുവരും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. നടൻ വിജയുടെ പാർട്ടി പതാക ചെന്നൈയിൽ പാറിപ്പറക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്താണ് വിജയ് തമിഴ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന അത്ഭുതങ്ങൾ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. പുതിയ ഒരു പാർട്ടി കൂടി തമിഴകത്ത് പിറക്കുന്നു. അതും തമിഴിൻ്റെ സൂപ്പർ താരം, നിരവധി ആരാധകരുള്ള, നിരവധി ഫാൻ ബേസുള്ള വിജയ് മന്ത്രങ്ങളുള്ള ആരാധകരുടെ കൂട്ടായ്മയുള്ള വിജയ് എന്തു മാറ്റമാണ് തമിഴകത്ത് കൊണ്ടുവരിക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ ആവേശത്തിലാണ് ആരാധകർ. ചെന്നൈയിലാണ് ചടങ്ങ് നടന്നത്. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. അവിടെ നിന്ന് മധുര വഴി നേരെ ചെന്നൈയിലേക്ക് എത്തുകയും ചെയ്തു. ചെന്നൈയിലെത്തിയ കാര്യം കഴിഞ്ഞ ദിവസം DCP തന്നെ, തിരുവനന്തപുരം DCP തന്നെ നമ്മളോട് സ്ഥിരീകരിച്ചിരുന്നു. ഇത്തരമൊരു വാർത്ത വന്നപ്പോൾ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. മാത്രവുമല്ല, ചെന്നൈ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ SP-മാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം, അന്വേഷണ സംഘം രൂപീകരിക്കുകയും ചെയ്തു. ചെന്നൈയിൽ കുട്ടി എത്തി എന്നത് വ്യക്തമാണ്. മാത്രവുമല്ല, കന്യാകുമാരിയിലെ ശുചീകരണ തൊഴിലാളികളടക്കം മൊഴി നൽകിയിരുന്നു. കുട്ടി ട്രെയിനിൽ നിന്ന് ഇറങ്ങുകയും വെള്ളമെടുത്ത് വീണ്ടും ട്രെയിനിൽ കയറുകയും ചെയ്തു. പലതവണ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയത് കണ്ടു എന്ന മൊഴി ഉണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കുട്ടി സഞ്ചരിച്ചെത്തി എന്ന കാര്യം മനസ്സിലാകുന്നത്. തുടർന്ന് ഈ സംഘടനയുടെ പ്രവർത്തകർ കൂടി കണ്ടെത്തിയതോടുകൂടിയാണ് നമുക്ക് ശുഭകരമായ ഒരു വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. ഏതായിരുന്നാലും എന്തുകൊണ്ട് കുട്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയി, അതിനുള്ള കാരണമെന്ത്? നേരത്തെ തന്നെ കുട്ടിക്ക് മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അകാരണമായി കുട്ടിയെ മർദ്ദിക്കുക, അല്ലെങ്കിൽ തന്നെ ക്രൂരമായ മർദ്ദനം കുട്ടിക്ക് ഏറ്റിരുന്നു, മാനസികമായ പീഡനം, കുട്ടിയോട് നിരന്തരം കുട്ടിയെ മാനസികമായി പ്രയാസപ്പെടുത്തിയിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും നാളെ മാത്രമേ കുട്ടിയെ കേരളത്തിൽ എത്തിക്കൂ. അതിനുശേഷമായിരിക്കും ഈ നടപടികൾ. മറ്റൊരു വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടതാണ്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ 7 വയസ്സുകാരന്റെ തുടയിൽ സൂചി തുളച്ചു കയറിയ സംഭവത്തിൽ ജീവനക്കാരോട് വിശദീകരണം തേടി ആരോഗ്യവകുപ്പ്. സംഭവ ദിവസം ഡ്യൂട്ടിക്ക് കയറിയ 3 ഷിഫ്റ്റിലെ 10-ലധികം ജീവനക്കാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ന്യൂസ് 18 വാർത്തയിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കുന്നു. ശരണ്യ, ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നുള്ളതാണ്. 11ഓളം ജീവനക്കാരോട് ആരോഗ്യവകുപ്പ് വിശദീകരണം തേടിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ആരോഗ്യവകുപ്പ് വിശദമായ അന്വേഷണത്തിലേക്ക് ഈ സംഭവത്തിൽ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ മാസം 19-നാണ് ആലപ്പുഴ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പനി ബാധിച്ച് ചികിത്സ തേടിയ 7 വയസ്സുകാരന്റെ തുടയിൽ സൂചി തുളച്ചു കയറിയത്. അത്യാഹിത വിഭാഗത്തിൽ അലക്ഷ്യമായി ജീവനക്കാർ ഉപയോഗിച്ച ശേഷം ഉപേക്ഷിച്ച സൂചിയാണ് ബെഡ്ഷീറ്റിനടിയിൽ നിന്ന് കുട്ടിയോട് ബെഡിലേക്ക് ഇരിക്കാൻ പറയുന്നു. ബെഡിലേക്ക് ഇരുന്ന കുഞ്ഞിന്റെ തുടയിലേക്ക് തുളച്ചു കയറുന്നതിൽ ഏറ്റവും ഗുരുതരമായ ഒരു വിഷയമെന്ന് പറയുന്നത് അതിനുശേഷം പിന്നീട് കുട്ടിയെ അന്ന്
രാത്രി തന്നെ, അതായത് രാത്രി 12 മണിയോടുകൂടി തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിലെ HIV വിഭാഗത്തിലേക്ക് പരിശോധനയ്ക്കായി അയക്കുകയായിരുന്നു. തുടർ പരിശോധനകൾ നടത്തുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ എല്ലാം നെഗറ്റീവ് ആണെങ്കിൽ പോലും കുഞ്ഞിന് 14 വർഷക്കാലം നിരന്തരം HIV TB ടെസ്റ്റുകൾക്ക് വിധേയനാകേണ്ടി വരും എന്നുള്ള ഗതികേടിലേക്ക് ആ കുടുംബത്തെ തള്ളിവിട്ടു. അതായത് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ 7 വയസ്സുകാരൻ തന്നെ 21 വയസ്സ് വരെ ഇത്തരത്തിൽ ഈ ടെസ്റ്റുകൾക്ക് വിധേയനായി തന്നെ മുന്നോട്ട് പോകണം. ജീവിതത്തിൽ വലിയൊരു അരക്ഷിതാവസ്ഥയിലേക്ക് ആ കുട്ടിയെയും കുടുംബത്തെയും തള്ളിവിട്ടു. ഈ സംഭവമാണ് ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നത്. അതിനുശേഷം ഈ വിഷയത്തിനകത്ത് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. ആരോഗ്യവകുപ്പിനോട് റിപ്പോർട്ട് തേടിയിരുന്നു. 2 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്നുള്ളതാണ് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ബീനാകുമാരി ആലപ്പുഴ DMOയ്ക്ക് നൽകിയ നിർദ്ദേശം. വിശദമായ അന്വേഷണത്തിലേക്ക് ആരോഗ്യ വകുപ്പ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന്, ആ 19-ാം തീയതി 3 ഷിഫ്റ്റുകളിലായി ജോലിക്ക് കയറിയ നഴ്സുമാർ, നഴ്സിംഗ് അസിസ്റ്റന്റുമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ, ഡോക്ടർമാരില്ല, നഴ്സുമാർ, നഴ്സിംഗ് അസിസ്റ്റന്റുമാർ ഉൾപ്പെടെയുള്ളവർക്ക് 10-ലേറെ ജീവനക്കാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് ആരോഗ്യ വകുപ്പ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. മാത്രമല്ല 12 ദിവസത്തിനുള്ളിൽ വിശദമായ വിശദീകരണം നൽകണം എന്നുള്ള നിർദ്ദേശവും ഈ ജീവനക്കാർക്ക് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ആരുടെ കയ്യിൽ നിന്നാണ് ഇങ്ങനെ സൂചി ഉപേക്ഷിക്കപ്പെട്ടു എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് ആരോഗ്യവകുപ്പ് ഇത് കടക്കുന്നു എന്നുള്ളതാണ്. ഇത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു. മറ്റൊരു ഗൗരവകരമായ കാര്യം, ആ കാഷ്വാലിറ്റിയിൽ അന്നത്തെ ദിവസം ചികിത്സ തേടി, അതായത് 19 ചികിത്സ തേടിയ മുഴുവൻ രോഗികളുടെയും വിവരങ്ങൾ ആരോഗ്യവകുപ്പ് തേടുകയാണ്. മാത്രമല്ല അവിടെ ചികിത്സ തേടിയ ആളുകളുടെ വിശദാംശങ്ങൾ, അവരുടെ അഡ്രസ്സ് അടക്കമുള്ള കാര്യങ്ങൾ ഇവർ തേടുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ എന്ത് ചികിത്സയാണ് തേടിയതെന്നും അതിന് എന്ത് മരുന്നാണ് ഉപയോഗിച്ചതെന്നും അടക്കമുള്ള ഇഞ്ചക്ഷനുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ ഇഞ്ചക്ഷൻ തേടിയ രോഗികൾ ആരാണ്, എന്ത് മെഡിസിനാണ് അവർക്ക് ഉപയോഗിച്ചിട്ടുള്ളത് എന്നതടക്കമുള്ള വിശദമായ റിപ്പോർട്ടാണ് DMO ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 12 ദിവസത്തിനുള്ളിൽ ആശുപത്രി ഈ റിപ്പോർട്ട് നൽകണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു കുഞ്ഞിന്റെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ട സാഹചര്യത്തിൽ അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഈ കുട്ടി ഇത്രയും കാലം, അതായത് ആദ്യഘട്ടത്തിൽ കുഞ്ഞിന് ഈ സൂചി തുളച്ചു കയറിയതിനു ശേഷം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയുമായി രക്ഷകർത്താക്കൾ പോകുന്നു. അവിടെ എത്തി 72 മണിക്കൂറിനുള്ളിൽ ലഭിക്കേണ്ട ടെസ്റ്റ് പരിശോധനാ ഫലം അവർക്ക് അവിടെ നിന്ന് ആ പരിശോധനയിലേക്ക് ഏർപ്പെടാൻ ആശുപത്രിയിൽ സംവിധാനമില്ലായിരുന്നു എന്നുള്ളതാണ്. ആശുപത്രിയിൽ അത്തരം ടെസ്റ്റുകൾ നടക്കേണ്ടതാണ്. പക്ഷേ ആ കുഞ്ഞിനെയും കൊണ്ട്, ആ പനിബാധിതനായ കുട്ടിയെയും കൊണ്ട് പുലർച്ചെയോളം ആ രക്ഷകർത്താക്കൾ സ്വകാര്യ ലാബുകൾ അടക്കം ആശ്രയിക്കുകയും 72 മണിക്കൂറിനുള്ളിൽ കിട്ടേണ്ട ടെസ്റ്റ് 4 ദിവസത്തിന് ശേഷമാണ് പൂർത്തീകരിച്ചവർക്ക് നൽകാനും കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കർശനം ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകി, ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. കുട്ടിയുടെ പിതാവിനെ DMO കഴിഞ്ഞ ദിവസം DMOയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ പരാതിയുമായും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് പിതാവ് DMOയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കോടതി അടക്കം സമീപിക്കാൻ ആ കുടുംബം തയ്യാറാകുകയാണ്. അതിനിടയിലാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ വിശദമായ പരിശോധനയിലേക്ക് ആരോഗ്യ വകുപ്പ് കടന്നിരിക്കുന്നത്. അത്ര ഗൗരവത്തോടെ തന്നെയാണ് രാഷ്ട്രീയ നേതാക്കളടക്കം ഈ വിഷയത്തിൽ പ്രതികരണവുമായി വന്നിരുന്നു. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഗൗരവമായ നടപടി ഉണ്ടാകുന്നുണ്ട്. ഈ കുട്ടിയുടെ ആരോഗ്യനില, അത് എന്താണ് ഇനി കുട്ടിയുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ സംഭവിക്കുക എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഉണ്ടായിട്ടുണ്ടോ? ഈ പൂർണ്ണമായും കുട്ടിയുടെ ചികിത്സയടക്കം ആരോഗ്യവകുപ്പ് ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇനി അങ്ങോട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത്തരം നടപടിക്രമങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ടോ ശരണ്യ? രഞ്ജിത്ത്, നിലവിൽ കുഞ്ഞിനുള്ളത് എല്ലാ ടെസ്റ്റുകളും കുഞ്ഞിന് നെഗറ്റീവാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും ആ രക്ഷകർത്താക്കളുടെ ഉള്ളിൽ തീ കോരിയിട്ടുകൊണ്ട് 14 വർഷത്തോളം ഈ കുഞ്ഞ് ചിത്രത്തിലൊരു ടെസ്റ്റുകൾക്ക് വിധേയനാകണം, HIV-യും TB-യും അടക്കമുള്ള ടെസ്റ്റുകൾക്ക് വിധേയനാകണം. 99% മറ്റ് പ്രശ്നങ്ങളില്ല എന്ന് പറയുമ്പോഴും ആ രക്ഷകർത്താക്കളുടെ മനസ്സിലുണ്ടാകുന്ന ആശങ്ക അതിഭീകരമാണ്. അവർ അത്തരത്തിൽ തന്നെയാണ് നമ്മളോട് പ്രതികരിച്ചതും. കാരണം അന്ന് ഈ ആശുപത്രിയിൽ ചികിത്സ തേടുമ്പോൾ മറ്റു കുട്ടികളും, അതായത് മറ്റു കുഞ്ഞുങ്ങളുമായി തന്നെയാണ് ഇവർ ആശുപത്രിയിലേക്ക് പോയത്. അവരും ഈ ബെഡിലേക്കോ അല്ലെങ്കിൽ മറ്റു രീതിയിലേക്ക് വന്നിരുന്നെങ്കിൽ ആ പനി ബാധിച്ച കുട്ടിയോട് ഇവരെ ബെഡിലേക്ക് ഇരിക്കാൻ, കാഷ്വാലിറ്റിയിലേക്ക് ഇരിക്കാൻ പറയുന്നു. അതും ആശുപത്രിയിലെ ജീവനക്കാർ തന്നെയാണ് കുട്ടിക്ക് മരുന്ന് വെക്കേണ്ടിയിരുന്നത്. പക്ഷേ കുട്ടി വിസമ്മതിച്ചതിനെ തുടർന്ന് അമ്മയോട് ചോദിക്കുന്നു, അവർ നിങ്ങൾക്ക് വെക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ അമ്മയ്ക്ക് ആ മരുന്ന് കൈമാറിയ ശേഷം കുഞ്ഞിന് ബെഡിലേക്ക് ഇരുന്ന് അവിടേക്ക് ഇരുന്ന് വെച്ചോളാൻ കുട്ടിയോട് മരുന്ന്
വെച്ചോളാൻ പറയുന്നു. അങ്ങനെ ബെഡിലേക്ക് കയറി ഇരുന്ന കുഞ്ഞാണ് പെട്ടെന്ന് വേദന കൊണ്ട് പിളഞ്ഞ് അവിടെ നിന്ന് ചാടി എഴുന്നേറ്റത് എന്നുള്ളതാണ് രക്ഷകർത്താവ് പറഞ്ഞത്. പരിശോധിച്ചപ്പോൾ കുഞ്ഞിന്റെ വസ്ത്രം മാറ്റി പരിശോധിച്ചപ്പോൾ അവിടെ നിന്ന് രക്തം പൊടിക്കുന്നുണ്ടായിരുന്നു. ഈ സംഭവത്തിൽ കായംകുളം പോലീസും കേസെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് നമ്മൾ ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടതിനെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വലിയ ഇടപെടൽ ഈ കേസിനകത്ത് ഉണ്ടായി. മാത്രമല്ല 2 ആഴ്ചയ്ക്കകം അടിയന്തര റിപ്പോർട്ട് നൽകണം, ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ബീനാകുമാരി പ്രതികരിച്ചത്. മാത്രമല്ല ആശുപത്രിയിൽ സൂചികൾ ഉപയോഗിച്ചതിന് ശേഷം അതെങ്ങനെ അത് സംസ്കരിക്കണം, ഒപ്പം തന്നെ ആശുപത്രിയിലെ ബെഡ്ഷീറ്റുകൾ ആശുപത്രിക്കകം എങ്ങനെ പരിപാലിക്കണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ അവിടെ ലംഘിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ആ പ്രൊസീജിയർ അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. ആശുപത്രിയിൽ ഉപയോഗിച്ച ശേഷം ഉപേക്ഷിച്ച സൂചിയാണ് എന്നുള്ളത് കൃത്യമായി അവിടുത്തെ ജീവനക്കാർക്കും ഡോക്ടർക്കും അടക്കം അന്ന് രാത്രി തന്നെ മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞിനെ അടിയന്തരമായി മറ്റ് ടെസ്റ്റുകൾക്കായി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ആ രാത്രി 12 മണിക്ക് തന്നെ കുഞ്ഞിനെ റെഫർ ചെയ്യുകയായിരുന്നു. അതിനുശേഷം നൽകിയത് ഏതായാലും ന്യൂസ് 18 പുറത്തുവിട്ട ഒരു വാർത്ത, അതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് അതിൽ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നു. ജീവനക്കാരുടെ അടക്കം വിശദീകരണം തേടി എന്നാണ് മനസ്സിലാകുന്നത്. ശരണ്യ വിവരങ്ങൾ പങ്കുവച്ചു. മറ്റു വാർത്ത, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരോപണ വിധേയർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സമ്പൂർണ്ണ റിപ്പോർട്ടും സാക്ഷിമൊഴികളും വീഡിയോ ഓഡിയോ തെളിവുകളും മറ്റ് രേഖകളും കോടതി വിളിച്ചുവരുത്തി പരിശോധിക്കണമെന്നാണ് ആവശ്യം. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. പ്രതിപക്ഷമടക്കം കേസെടുക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു. സർക്കാരും ഈ വിഷയത്തിൽ നിന്ന് നടപടിയെടുക്കുമെന്നുള്ളത് നിർണായകമാണ്. ഇതിനിടയിലാണ് കോടതിയുടെ ഒരു ഇടപെടൽ. എന്ത് പ്രാധാന്യമാണ് ഈ പൊതുതാൽപര്യ ഹർജിക്ക് ഉള്ളത്? രഞ്ജിത്ത്, നമുക്കറിയാം കോടതിയുടെ ഒരു അന്തിമ ഇടപെടലിലൂടെ തന്നെയാണ് ഈ റിപ്പോർട്ട് വെളിച്ചം കാണുന്നത്. കാരണം സർക്കാർ പോലും ഇത് പുറത്തേക്ക് വിടുന്ന കാര്യത്തിൽ ചില തടസ്സങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോകുന്നു എന്ന ആരോപണങ്ങൾ ഉയർന്നതിന്റെ സാഹചര്യത്തിൽ കൂടിയാണ് പിന്നീട് കോടതിയിലേക്ക് പോകുന്നതും കോടതി അടക്കം ഇക്കാര്യത്തിൽ സുപ്രധാനമായ ഒരു തീരുമാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇപ്പോഴും ചില ഹർജികൾ അവിടെ തുടരുന്നുണ്ട്. ഇതിനിടയിലാണ് ഒരു പൊതുതാൽപര്യ ഹർജിയുമായിട്ട് ഒരാൾ ഇവിടേക്ക് കോടതിയിലേക്ക് വരുന്നത്. പായിച്ചർ നവാസ് എന്ന് പറയുന്ന ആൾ കോടതിയിൽ പൊതുതാൽപര്യ ഹർജി അടക്കം നൽകുന്നത്. പ്രധാനപ്പെട്ട ആവശ്യം ഈ ഇതിൽ പറയുന്നത്, ഇതിൽ മുഴുവൻ തെളിവുകൾ, എല്ലാ തെളിവുകളും ഈ റിപ്പോർട്ടിനോടൊപ്പം ഉണ്ട് എന്ന സൂചനകളുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ തെളിവുകൾ കോടതി പരിശോധിക്കണം, കോടതിയിലേക്ക് ഈ തെളിവുകൾ വിളിച്ചു വരുത്തേണ്ടതുണ്ട്. ഇത്തരം തെളിവുകൾ പരിശോധിക്കണം. കാരണം ഇതിൽ നിരവധിയായ ആളുകളുടെ പേര് ഇതിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൽ പുറത്തു വന്ന റിപ്പോർട്ടിൽ, അതിന് കൃത്യമായ റിപ്പോർട്ടിൽ ഇത്തരക്കാരുടെ പേരുകൾ ഉണ്ടെങ്കിൽ ആ പേരുകൾ പരാതികളായിട്ട് തന്നെ സ്വീകരിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ അതിൽ നടപടികൾ വേണമെന്നാണ് ഹർജിക്കാരൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ തെളിവുകൾ കോടതി പരിശോധിക്കണം. കോടതിയിലേക്ക് വിളിച്ചു വരുത്തി പരിശോധിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ആരോപണങ്ങൾ അടക്കം, ഇത്തരം സൂചനകളടക്കം സത്യമാണെങ്കിൽ അത് കോടതി പരിശോധിച്ച് അതിൽ തുടർ നടപടികൾ സ്വീകരിക്കണം. പരാതിക്കാർക്കെതിരെ ശക്തമായ നടപടികൾ വേണമെന്നാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. പൊതുതാൽപര്യ ഹർജിയാണ്. കോടതി ഇന്ന് ഈ ഹർജി പരിഗണിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എങ്കിൽ കോടതി ഇക്കാര്യത്തിൽ പറയുന്ന ഓരോ കാര്യവും അതിൽ നിർണായകമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തുടക്കത്തിൽ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷമടക്കം വലിയ രീതിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട്, ആവശ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇതിൽ കൃത്യമായ നടപടികൾ വേണം. സർക്കാർ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. സർക്കാർ സത്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യത്തിൽ പ്രതിരോധത്തിലേക്ക് ആണ്ടുപോകുന്ന ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജിയും വരുന്നത്. ഇതിൽ അതിൽ കോടതിയുടെ എന്ത് നിരീക്ഷണമുണ്ടായാലും അത് വളരെ നിർണായകം തന്നെയായിരിക്കും. എന്തായാലും കോടതി ഇന്ന് ഈ ഹർജി പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രഞ്ജിത്ത്, ശരി, ഇടവേള. മുന്നോട്ട് പോവുക. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ഒരു പരിശോധന നടത്തുമ്പോൾ നമ്മൾ ഈ റെയിൽവേ ട്രാക്കുകൾ അത് പോകുന്ന സാഹചര്യം കൂടി പരിശോധിക്കണം. അതായത് നാഗർകോവിൽ നിന്ന് 2ആയി റെയിൽവേ ട്രാക്ക് തിരിയുന്നുണ്ട്. ഒന്ന് തിരുവനന്തപുരത്തേക്കും ഒന്ന് മധുര ഭാഗത്തേക്കുമാണ്. മധുരയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകാൻ കഴിയും. ആ നിലയ്ക്ക് ആന്ധ്രയിലേക്ക് കയറി ആ നിലയ്ക്ക് കുട്ടിക്ക് അസമിലേക്ക് പോകാനുള്ള ഒരു ശ്രമം കുട്ടി നടത്താനുള്ള സാധ്യത. ഏതായിരുന്നാലും ഇന്നലെ പലരും റിപ്പോർട്ട് ചെയ്തത് അത് നമ്മൾ കാണുകയുണ്ടായി. അത് കന്യാകുമാരിയിൽ കുട്ടി എത്തി, ആ ഭാഗത്തുണ്ട്.
പക്ഷെ അപ്പോഴും നമ്മൾ ഉന്നയിച്ച ഒരു കാര്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു കണക്ക് കൂട്ടൽ, ഒരുപക്ഷെ കുട്ടി കന്യാകുമാരിയിൽ നിന്ന് യാത്ര വീണ്ടും ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ യാത്ര ചെയ്തെങ്കിൽ അത് തിരുവനന്തപുരത്തേക്ക് മാത്രമല്ല, പലരും ഈ റൂട്ട് മാത്രമാണ് പറയുന്നത്. അതായത് തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിൽ കന്യാകുമാരി, തിരിച്ച് കുട്ടി ഒരുപക്ഷെ ട്രെയിനിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നാഗർകോവിൽ തിരുവനന്തപുരം, ഇതിനിടയിൽ ഇരണിയലോ അതുപോലുള്ള സ്റ്റേഷനുകൾ, നെയ്യാറ്റിൻകര കഴിഞ്ഞിട്ടാണ് വരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് പോകുമ്പോൾ ഇരണിയൽ വരുന്നു, കുഴിത്തുറ വരുന്നു, ആ തരത്തിൽ നാഗർകോവിൽ വരുന്നു. ഇങ്ങനെ ഈ റൂട്ട് മാത്രമാണ് പലരും ഇന്നലത്തെ റിപ്പോർട്ടിൽ ഉദ്ധരിച്ചത്. പക്ഷെ നമ്മൾ കൃത്യമായി പറഞ്ഞു, അങ്ങനെ അല്ല. കുട്ടി കന്യാകുമാരിയിൽ ഇല്ല എങ്കിൽ നമ്മൾ തിരുവനന്തപുരം നാഗർകോവിൽ റൂട്ട് മാത്രമല്ല പരിശോധിക്കേണ്ടത്, മറിച്ച് മധുരയിലേക്ക് അവിടെ നിന്ന് റെയിൽവേ ട്രാക്കുണ്ട്. ആ ട്രെയിൻ മധുരയിലേക്ക് പോകുമ്പോൾ കുട്ടി മധുരയിലെത്താനും അവിടെ നിന്ന് ചെന്നൈയിലേക്കോ അല്ലെങ്കിൽ മധുരയിൽ നിന്ന് മറ്റേതെങ്കിലും ട്രെയിനിൽ കയറിയാൽ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇക്കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ രാവിലെ മുതൽ തന്നെ നമ്മുടെ ലൈവുകളിൽ പറഞ്ഞതാണ്. പക്ഷേ ആ നിലയ്ക്ക് തന്നെ കുട്ടിയെ കണ്ടെത്തുന്ന ഒരു നില കൂടി ഉണ്ടായിരിക്കുന്നു. അത് നമുക്ക് കൂടുതൽ സന്തോഷം നൽകുന്നുണ്ട്. എന്തോ പറഞ്ഞതുപോലെ, ആര്യ പറയുന്നത് പോലെ, നമ്മൾ ചില കൊൽക്കത്തയിലെ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ സ്വമേധയായി എടുത്ത കേസ് ഇന്ന് വീണ്ടും സുപ്രീം കോടതിയിൽ. സിബിഐയുടെയും ബംഗാൾ സർക്കാരിന്റെയും തൽസ്ഥിതി റിപ്പോർട്ട് കോടതി പരിശോധിക്കും. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനിടെ പ്രതിഷേധത്തെ തുടർന്ന് പുതിയ പ്രിൻസിപ്പലിനെയും മറ്റും ബംഗാൾ ആരോഗ്യവകുപ്പ് തൽസ്ഥാനങ്ങളിൽ നിന്ന് നീക്കി. ചാന്ദ്രയാൻ 4-5 പദ്ധതികൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ISRO തുടങ്ങിയെന്ന് ISRO ചെയർമാൻ S. സോമനാഥ്. ചന്ദ്രനിലേക്കും തിരിച്ചും എത്താനുള്ള സംവിധാനങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാനുള്ള ഗഗൻയാൻ പദ്ധതിയുടെ ഒരുക്കങ്ങളും ഇതോടൊപ്പം പുരോഗമിക്കുന്നുണ്ട്. ചന്ദ്രയാന്റെ ഇപ്പൊ കഴിഞ്ഞ 3 ശേഷം ഞങ്ങൾ അടുത്ത സീരീസ് വേണമെന്നുള്ള ഒരു തീരുമാനത്തിലാണ്. കാരണം നമുക്കൊരു വിഷൻ തന്നിട്ടുണ്ട്, 2040 മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുക എന്നുള്ള ഒരു പ്രോഗ്രാം. അപ്പോൾ അത് നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് അതിന്റെ ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യണം. പല ടെക്നോളജി ഉണ്ട്. അവിടെ പോകണം, തിരിച്ചു വരാനുള്ള ടെക്നോളജി വേണം. അവിടുന്ന് എന്തെങ്കിലും കൊണ്ടുവരാനായിട്ട് അവിടുന്ന് പാറയോ കല്ലോ മണ്ണോ ഒക്കെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു കഴിവുണ്ടാവണം. അപ്പോൾ അതിനുള്ള പല റോബോട്ടിക് കേപ്പബിലിറ്റി വേണം, തിരിച്ചു വരാനുള്ള വേണം. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ചന്ദ്രയാൻ 4, 5 സീരീസിലുള്ള ഡിസൈൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറഞ്ഞ ചെലവിൽ എങ്ങനെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് ആദ്യം നമ്മൾ ചിന്ത. അപ്പോൾ വൺസ് ആ ടെക്നോളജികളെല്ലാം കയ്യിൽ കഴിഞ്ഞ് നമുക്ക് മനുഷ്യനെ കൊണ്ടുപോകാനുള്ള കഴിവ് ഗഗൻയാൻ പ്രോഗ്രാം നമുക്ക് പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗഗൻയാൻ പ്രോഗ്രാമും ചന്ദ്രയാൻ പ്രോഗ്രാം കൂടെ ചേർത്ത് ഇനി ആണ് നമുക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമായിട്ട് അതിനെ മാറ്റാൻ പറ്റുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ നാട്ടാന വളർത്തൽ കേന്ദ്രമാണ് ഗുരുവായൂർ ആനക്കോട്ട. 38 ആനകളാണ് ഇവിടെയുള്ളത്. 150ഓളം പാപ്പാന്മാരും ഉണ്ട്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ വിദഗ്ധ ഡോക്ടർമാർ അടങ്ങുന്ന സംഘവും ജീവനക്കാരും മേലധികാരിയായി ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററുമുണ്ട്. അങ്ങനെ ആത്മാർത്ഥമായി ആനകളെ പരിപാലിച്ചു വരികയാണ് ദേവസ്വം. കേരളത്തിലെ ഏറ്റവും വലിയ ആന വളർത്തൽ കേന്ദ്രമാണ് ഗുരുവായൂരിലേത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് 3 കിലോമീറ്റർ മാറിയാണ് നിറയെ പച്ചപ്പുള്ള ഈ പ്രദേശം. രാജ്യത്തെ ഏറ്റവും വലിയ ആന സങ്കേതങ്ങളിലൊന്നായ ഇവിടെ ഓരോ വർഷവും ആയിരങ്ങളാണ് സന്ദർശിച്ചു മടങ്ങുന്നത്. 65 ആനകൾ ആനക്കോട്ടയിലുണ്ടായിരുന്നു. സന്ദർശകർക്ക് ആനകളുമായി ചെങ്ങാത്തം കൂടുകയും അവയ്ക്കൊപ്പം ചിത്രങ്ങളെടുക്കുകയും ചെയ്യാം. ആനകളെ നടക്കിരുത്തുന്നതിൽ നിയന്ത്രണം വന്നതോടെ ആനക്കോട്ടയിലെ ആനകളുടെ എണ്ണം കുറഞ്ഞു. ഓരോ വർഷവും കർക്കിടക മാസത്തിൽ 30 ദിവസം ആനകൾക്ക് സുഖചികിത്സ നടത്തും. ഇതിനായി 10 ലക്ഷം രൂപ ദേവസ്വം ചെലവിടുന്നുണ്ട്. ആനക്കോട്ടയിലെ ആനകളെ ശാസ്ത്രീയമായാണ് പരിപാലിക്കുക. ഓരോ ആനയ്ക്കും 3 പാപ്പാന്മാരുണ്ട്. ഡോക്ടർമാർ അടങ്ങുന്ന വിദഗ്ധ സംഘം വേറെയും. ഡോക്ടർ PB ഗിരിദാസ്, ഡോക്ടർ വിവേക് തുടങ്ങി വിദഗ്ധരായ ആന ചികിത്സാ സംഘം നിരന്തരം ആനക്കോട്ടകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആനക്കോട്ടയിലുണ്ട്. കൃത്യമായ ഭക്ഷണം, വെള്ളം, മതപ്പാടുകാലത്തെ നിരീക്ഷണം എന്നിവ ഇവരുടെ മേൽനോട്ടത്തിലാണ് നടക്കുക. ആനകൾക്ക് ഒരുപക്ഷെ വർഷങ്ങളായി സുവർണ്ണ ജൂബിലി ആഘോഷിക്കാൻ പോണ നമ്മുടെ കോട്ടയിൽ എന്നും ഈ വെൽഫെയർ നേരത്തെ ഉണ്ടായിരുന്നു. അത് വർഷാവർഷങ്ങളായിട്ട് ആനയ്ക്ക് സുഖചികിത്സയും ആനകളെ പരിപാലിക്കുന്ന രീതിയിൽ വേൾഡിലെ നമ്പർ 1 ആയിട്ട് ആനക്കോട്ട, കേരളത്തിലെ പുന്നത്തൂർ ആനക്കോട്ട, ഗുരുവായൂർ ദേവസ്വം പുന്നത്തൂർ ആനക്കോട്ട തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. ഇവിടെ ആനകളെ അത് നിന്ന് പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ആ പഠനത്തിന്റെ വിധേയമായിട്ടൊരു
ചെറിയൊരു യൂണിവേഴ്സിറ്റി എന്ന് തന്നെ പറയാം. ആനകളെ പഠിക്കാനുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ആനക്കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് അറിവുകൾ നേടിയെടുക്കാൻ, അതുപോലെ തന്നെ ഇവിടെ കാഴ്ചക്കാരുണ്ട്, വരുന്നുണ്ട്. ആനകളുടെ സ്ഥിര ഡ്യൂട്ടികളുണ്ട്, പാപ്പന്മാർ ചെയ്യുന്നു. അതിൻ്റെ മേൽനോട്ടം വഹിക്കാൻ ഡോക്ടർമാരുണ്ട്, പിന്നെ സ്റ്റാഫുകളുണ്ട്. ഇതൊക്കെ കൂടിയിട്ടുള്ള വലിയ ഏറ്റവും കൂടുതൽ ദേവസ്വം ചെലവഴിക്കുന്നതും ഈ ആനക്കോട്ടയ്ക്ക് വേണ്ടിയിട്ടാണ്. മനുഷ്യവികാരങ്ങളും അത് തിരിച്ചറിഞ്ഞ് പെരുമാറാനുമുള്ള സവിശേഷ ഗുണവും ആനകൾക്ക് ഉണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. വയനാട്ടിലെ ദുരന്തഭൂമിയിൽ നിന്നും ഭയാശങ്കയോടെ കാട്ടിൽ അഭയം തേടിയ കുടുംബത്തിന് കാവലൊരുക്കിയ ആനക്കൂട്ടം ഇതിന് തെളിവാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. രാജു ഗുരുവായൂർ, ന്യൂസ് 18. കൊട്ടാരക്കര തലച്ചിറ ഗവൺമെന്റ് സ്കൂളിലെ രുചിക്കൂട്ട് ഭക്ഷ്യമേള ശ്രദ്ധേയമായി. 600-ൽ പരം കുട്ടികൾ തയ്യാർ ചെയ്ത് കൊണ്ടുവന്ന ഭക്ഷ്യവസ്തുക്കളുടെ വിപണനവും പ്രദർശനവുമാണ് ശ്രദ്ധേയമായത്. കൊട്ടാരക്കരയിൽ നിന്നും എസ് വിനേഷിന്റെ റിപ്പോർട്ട്. 600-ൽ പരം കുട്ടികൾ പഠിക്കുന്ന കൊട്ടാരക്കര തലച്ചിറ ഗവൺമെന്റ് സ്കൂളാണ് നമ്മളുള്ളത്. രുചിക്കൂട്ട് എന്ന പേരിൽ വളരെ നല്ല രീതിയിലുള്ള വിഭവങ്ങൾ കുട്ടികൾ വീട്ടിൽ നിന്നും തയ്യാർ ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു ഭക്ഷ്യ മേളയാണ് ഒരുക്കിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തമാണ് നമുക്ക് ഇതോടൊപ്പം തന്നെ കാണാൻ കഴിയുന്നത്. രക്ഷിതാക്കളുടെയും PTA അംഗങ്ങളുടെയും അടക്കം വലിയ പങ്കാളിത്തം കാണാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഇതിന്റെ ഒരു ക്രമീകരണം എന്ന് നമുക്ക് PTA പ്രസിഡന്റിനോട് തന്നെ ആദ്യം ചോദിക്കാം. എങ്ങനെയായിരുന്നു ശരിക്കും ഇതിന്റെ ഒരു പങ്കാളിത്തം? ഇത് സ്കൂളിൽ നമ്മുടെ നാടൻ ഭക്ഷണ രീതി കുട്ടികളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോൾ അവരുടെ ഈ സ്കൂളുകൾ ഹൈസ്കൂൾ വിഭാഗത്തിലെ 9ാം ക്ലാസ്സിലെ ഒരു പാഠവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അധ്യാപകരാണ് ആശയം ആദ്യമേ മുന്നോട്ട് വെച്ചത്. അപ്പോൾ PTA അധ്യാപകരും ഒക്കെ ചേർന്നിട്ട് ഇങ്ങനെ ഒരു ഭക്ഷ്യമേള എന്നുള്ള രീതിയിൽ നമ്മൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതാണ്. പ്രധാനമായി ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികളെ ഈ ഇപ്പോഴത്തെ പഴയ കാലത്തുള്ള ഭക്ഷണ രീതികൾ, ഇപ്പോൾ വരുന്ന തലമുറ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഫുഡ് മാത്രം, ഭൂരിപക്ഷം കുട്ടികളും ഫാസ്റ്റ് ഫുഡ് മാത്രം കഴിച്ചു വളരുന്നത്. അപ്പം നമ്മുടെ നാട്ടിൻപുറത്തെ കടകളൊക്കെ എടുത്താൽ തന്നെ കടകളൊക്കെ മാറിപ്പോയി, നാടൻ ഭക്ഷണം കിട്ടുന്ന കടകളൊന്നുമില്ല. അപ്പോൾ എല്ലാം ഫാസ്റ്റ് ഫുഡാണ്. അപ്പൊ അവർക്ക് ഈ പല കുട്ടികളും നമ്മുടെ ഇവിടെ നിന്നാണ് ഇപ്പൊ പലതരത്തിൽ ഈ നമ്മുടെ പഴയ കാലത്തുള്ള പല ഭക്ഷണങ്ങളും പരിചയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഒരു കുട്ടികളെ ഈ പഴയ ഭക്ഷണം പരിചയപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ഇത് പൂർണ്ണമായും രക്ഷിതാക്കൾ വീടുകളിൽ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. അപ്പം അങ്ങനെ അവർക്ക് ഉണ്ടാക്കുന്നതോടുകൂടി അവർക്ക് കുട്ടികൾക്ക് സ്ഥിരമായി ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനൊരു പ്രചോദനം നൽകുക. ഇതൊക്കെയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നാടൻ ഭക്ഷണ രീതികൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളൊരു മഹത്തരമായ ഒരു ലക്ഷ്യമാണ് ഇതിന്റെ പിന്നിൽ. പ്രഥമ അധ്യാപകൻ നമ്മളോടൊപ്പം ചേരുകയാണ്. സാറേ, എങ്ങനെയാണ് ശരിക്കും? വളരെ അഭിമാനം തോന്നുന്നു ഇത്രയും നല്ല രീതിയിൽ ഒരു മേള അവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. അതിന്റെ പിന്നിൽ ഒരുപാട് പേരുടെ ഒരു കൂട്ടായ പരിശ്രമമുണ്ട്. നമ്മുടെ PTA, MPTA, SMC ഒക്കെ കൂടിച്ചേർന്നാണ് വളരെ പരിമിതമായ ഒരു സമയത്ത് നിന്നാണ് നമ്മൾ ഇത്രയും ഒരു മേള സംഘടിപ്പിച്ചത്. ഈ മേള സംഘടിപ്പിക്കാനുള്ള പിന്നിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പഠനം എന്ന് പറയുന്ന പാഠപുസ്തകത്തിനകത്ത് നിൽക്കുന്ന ഒരു സംഭവമല്ല. പാഠപുസ്തകത്തിനപ്പുറം നമ്മൾ പോയി കുട്ടികൾ അറിവ് നിർമ്മിക്കുന്ന, അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കോൺസെപ്റ്റിലേക്കാണ് പുതിയ പാഠ്യപദ്ധതി. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നൊക്കെ പറയും. അപ്പോൾ അത്തരത്തിൽ കുട്ടികൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ കൊടുക്കുക, പരമാവധി അനുഭവങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചാണ് നമ്മൾ ഈ ഒരു ഭക്ഷ്യമേള ഇവിടെ സംഘടിപ്പിച്ചത്. ഈ ഭക്ഷ്യമേള ഒരുക്കുമ്പോൾ അതിന് പിന്നിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നാടൻ ഭക്ഷണങ്ങൾ, ഒരു ന്യൂട്രീഷ്യസ് ആയ പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വില കൂടിയ ഭക്ഷണങ്ങൾ വാങ്ങുമ്പോൾ അത് പോഷകസമൃദ്ധം എന്നുള്ള ഒരു തെറ്റായ കോൺസെപ്റ്റ് ഉണ്ട്. എന്നാൽ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമ്മുടെ കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്തുക. ഈ കഴിഞ്ഞ തലമുറയ്ക്ക് ഇത് വളരെയധികം അറിയാമായിരുന്നു. പല ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാനും അവർക്കത് രുചികരമായ രീതിയിൽ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്ന് അതിൻ്റെ രുചി ഇപ്പോഴും നമ്മുടെ നാവിൻ്റെ തുമ്പിലുണ്ട്. പക്ഷെ നമ്മുടെ ഈ വരുന്ന പുതിയ തലമുറയ്ക്ക് ഇതൊന്നും തന്നെ അറിയില്ല. അവർ വളരെയധികം സ്പൈസി ആയിട്ടും കളറൊക്കെ ചേർന്നിട്ടുള്ള വളരെയധികം ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ പിന്തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ അവരെ എത്രയും പെട്ടെന്ന് അവരെ അതിൻ്റെ ശരിയായ ഒരു ഭക്ഷണ പാതയിലേക്ക് കൊണ്ടുവരണമെന്ന് ഞങ്ങളുടെ അധ്യാപകർ അത് തീരുമാനിക്കുകയും ഇപ്പോൾ പാഠപുസ്തകത്തിൽ ഇപ്പോൾ 5ാം ക്ലാസ് തൊട്ട് നമുക്ക് 10 വരെയുള്ള പാഠപുസ്തകങ്ങളിൽ ഇതിൻ്റെ ഭക്ഷ്യവസ്തുക്കളെ കുറിച്ചുള്ള ഒരു പാഠഭാഗം വരുന്നുണ്ടെങ്കിൽ 9ാം ക്ലാസ്സിൽ ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വന്നു. അപ്പോൾ ഞങ്ങൾ SRG കൂടിയപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഭക്ഷ്യമേളയായിട്ട് ഇത് സംഘടിപ്പിച്ചുകൂടാ എന്നൊരു ചിന്ത വരികയും അത് ഒരു ചെറിയ ചർച്ച എന്നൊരു വലിയൊരു മേളയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. ടീച്ചർ, ഇത് എങ്ങനെയാണ് ഇത് കോർഡിനേറ്റ് ചെയ്തത്? ശരിക്കും ഇത്രയും കുട്ടികളെ വീട്ടിൽ നിന്ന് തയ്യാർ ചെയ്തുകൊണ്ട് വരണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവർക്ക് പഠിക്കാനുണ്ട്. ആരോഗ്യകരമായ ഭക്ഷണശീലവുമായി ബന്ധപ്പെട്ട് ഫുഡ് പ്ലേറ്റ് എന്നും പറഞ്ഞൊരു കൺസെപ്റ്റ്. അപ്പൊ അതിനകത്തുനിന്ന് ഉണ്ടായ ഒരു ആശയമാണ്
ആ ആശയം നമ്മൾ ഇവിടെ ഒരു SRG മീറ്റിംഗിൽ പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ LKG കുട്ടികളെ തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ ശരി നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ആഹാരങ്ങൾ ഇപ്പം പല കുട്ടികൾക്കും അറിയത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ പഴയ ഇലയുടെയും തിരളിയും ഒക്കെ കുട്ടികളിലേക്കൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ആശയത്തിലൂടെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുവന്നത്. പിന്നെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എല്ലാ ക്ലാസ് ടീച്ചേഴ്സും എല്ലാ അധ്യാപകരും അവർക്ക് പിന്തുണയുമായിട്ട് കൂടെ ഉണ്ടായിരുന്നു. പുതിയ തരം വിഭവങ്ങളാണ് ഈ കുട്ടിക്കൂട്ടം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഈന്തപ്പഴം വെച്ചിട്ടുള്ള പുതിയൊരു വിഭവമാണ് അല്ലേ? എങ്ങനെയാ ചെയ്തത്? അത് ഈന്തപ്പഴം മൈദയിൽ മുക്കിയും പൊരിക്കാറുണ്ട്. കുട്ടികൾക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് ചോക്ലേറ്റ് ഓറിയോ ലാവ. ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് ചോക്ലേറ്റ് മിൽക്ക് ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് ചെയ്തല്ലേ? അങ്ങനെ പഠിച്ചത് ചെയ്യാന് അമ്മ പഠിപ്പിച്ചു. കുറച്ച് മതി കേട്ടോ. അടിപൊളി ഉപ്മാവാണ്. ഇതുപോലെ 100-ലധികം വിഭവങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ജസ്മീഷ് മുസൈറ്റീൻ കൊട്ടാരക്കര. കേരള കാർട്ടൂൺ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ കാർട്ടൂൺ മേളയ്ക്ക് കൊച്ചിയിൽ തുടക്കമായി. ISRO ചെയർമാൻ S. സോമനാഥ് ഉദ്ഘാടനം ചെയ്തു. കാർട്ടൂൺ എന്ന പേരിൽ കാരിട്ടൂൺ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന മേള കാർട്ടൂൺ വരച്ചാണ് ചെയർമാൻ ഉദ്ഘാടനം ചെയ്തത്. സോമനാഥന്റെ വരയോടെയാണ് കാർട്ടൂണിന് തുടക്കമായത്. ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് വിജയകരമായ നേതൃത്വം നൽകുന്ന സോമനാഥ് ബഹിരാകാശത്തെക്കുറിച്ചുള്ള ഒരു കാർട്ടൂണാണ് വരച്ചത്. വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ കാർട്ടൂണുകൾ വരച്ചിരുന്നെങ്കിലും പിന്നീട് അതിനായി സമയം കണ്ടെത്താനായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രൊഫഷണൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ BK കോളേജിൽ പഠിക്കുന്ന സമയത്താണ് വീണ്ടും കാർട്ടൂണുകളോട് ഇഷ്ടം തോന്നിയതും കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തു തുടങ്ങിയത്. അന്നാണ് എനിക്ക് കോളേജിൽ ഫസ്റ്റ് കിട്ടിയത് കാർട്ടൂൺ വരയ്ക്കാൻ. പക്ഷേ എന്റെ വഴി അതെന്താണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാനൊരു കാർട്ടൂണിസ്റ്റ് ആയില്ല, ഇപ്പോഴും അല്ല. ചന്ദ്രനിൽ ഇന്ത്യ കാലുകുത്തിയതിന്റെ 1ാം വാർഷികം എത്തുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ ബഹിരാകാശ ദൗത്യങ്ങളിൽ ഇന്ത്യ മുന്നേറുകയാണെന്ന് ISRO ചെയർമാൻ ഡോക്ടർ സോമനാഥ് പറഞ്ഞു. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ പ്രധാന ഔട്ട്കം ഇതാണ്. നമ്മുടെ ഒരു ഇൻസ്പിറേഷനാണ്. നമ്മുടെ ഒരു രാജ്യത്തിനെ കുറിച്ച് നമ്മൾക്കുള്ള ഒരു കോൺഫിഡൻസ് ആണ് കാണിക്കുന്നത്. ചന്ദ്രനിൽ ഇറങ്ങിയ എത്രയോ ആളുകൾ അതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളും ഇറങ്ങി എന്നതിന്റെ അപ്പുറം അതിന്റെ ഒരു മെഷർ, അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ്, അത് നമ്മൾ ഭാരതത്തിൽ തന്നെ നിർമ്മിച്ച, ഭാരതത്തിൽ തന്നെ ഉണ്ടാക്കിയ, ഡിസൈൻ ചെയ്ത, ഭാരതീയർ തന്നെ നിർമ്മിച്ച ടെക്നോളജി ഉപയോഗിച്ച് നേടിയ ഒരു കഴിവാണ് എന്നുള്ളതാണ്. അതും ഇന്ത്യ പോലൊരു രാജ്യം ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയ ലോകത്തെ ആദ്യ രാജ്യമാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. ലളിതകലാ അക്കാദമി, ചാവറ കൾച്ചറൽ സെന്റർ എന്നിവയുടെ സഹകരണത്തോടുകൂടി സംഘടിപ്പിക്കുന്ന മേള ഈ മാസം 25-ന് അവസാനിക്കും. സോമനാഥന് കേരള കാർട്ടൂൺ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം അക്കാദമി ചെയർമാൻ മുരളി ചിരോദ സമ്മാനിച്ചു. കാർട്ടൂൺ ഡയറക്ടർ രതീഷ് രവി, സ്വിറ്റ്സർലാൻഡ് എംബസി ഡെപ്യൂട്ടി കോൺസൽ ജനറൽ പാട്രിക് മുള്ളർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 കൊച്ചി. എറണാകുളം കോതമംഗലത്ത് സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയാകാത്തതിൽ വ്യാപക പ്രതിഷേധം. നിർമ്മാണം അട്ടിമറിച്ചെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. കോതമംഗലത്ത് സ്റ്റേഡിയത്തിനായുള്ള കായിക പ്രേമികളുടെ കാത്തിരിപ്പ് നീളുകയാണ്. രാജ്യാന്തര നിലവാരമുള്ള സ്റ്റേഡിയം എന്ന ആശയം 2011-ലാണ് ഉയർന്നു വന്നത്. ചേലാട് പോളിടെക്നിക്കിന്റെ 4 ഏക്കർ സ്ഥലവും പിണ്ടിമന പഞ്ചായത്ത് നൽകിയ 2 ഏക്കർ സ്ഥലവും ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത്. പല പ്രാവശ്യം ടെൻഡർ പുതുക്കി നൽകിയെങ്കിലും വിവിധ കാരണങ്ങളാൽ കിറ്റ്കോയുടെ മേൽനോട്ടത്തിലുള്ള സ്റ്റേഡിയം നിർമ്മാണം നടന്നില്ല. ഒരു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയാക്കാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. നിർമ്മാണം അട്ടിമറിച്ചെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് സമരരംഗത്താണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസും KSUവും ഇന്ന് സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് വന്നത് ഒരു സൂചനാ സമരവുമായിട്ട് ഇന്ന് മെയിൻ റോഡ് തടഞ്ഞുകൊണ്ട്, കളിസ്ഥലമാക്കിക്കൊണ്ട്, റോട്ടിൽ പന്തുരുട്ടിക്കൊണ്ട്, പൊതുനിരത്തിൽ പന്തുരുട്ടിക്കൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് സമരവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. വരും കാലങ്ങളിൽ KSUവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും വലിയ സമരവുമായിട്ട്
MLA തടയണമെങ്കിൽ തടയേണ്ട രീതിയിലേക്കുള്ള സമരവുമായിട്ട് യൂത്ത് കോൺഗ്രസും KSU മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പ്രശ്നങ്ങൾ പരിഹരിച്ച് സ്റ്റേഡിയം നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് ആന്റണി ജോൺ MLA അറിയിച്ചു. ന്യൂസ് 18 കോതമംഗലം. ഇതോടുകൂടി വാർത്താരംഭം പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സുമായി എൽദോ ചേരും. നമസ്കാരം.